കഴിഞ്ഞ ദിവസം എൻ്റെ വീട്ടിൽ പോയപ്പം എടുത്ത വീഡിയോ ആണ്. പിന്നെ ആമിയുടെ അടുത്ത് വരാതെ എനിക്ക് വീട്ടിനകത്ത് കയറാൻ പറ്റൂല. പിന്നെ ആമി അവിടെ കയറ് പൊട്ടിച്ച് വിളി തുടങ്ങും. പിന്നെ കുറേ നേരം ആമിയുടെ അടുത്ത് വന്ന് എന്നെ ഇങ്ങനെ കുരയ്ക്കുന്നുണ്ട്, അഴിച്ചു വിട്, അവളെയും കൂടി അകത്തോട്ട് കയറ്റുന്നൊക്കെ. പിന്നെ ഇതിനിടയിൽ ഞാൻ ഗുണ്ടുവിനെയും കൊണ്ടുവന്നിട്ടുണ്ട്. ഗുണ്ടുവിനെയും ഞാൻ അറിയല്ല, ഈ നടന്നാണ് പോകണമെങ്കിൽ ഞാൻ അവനെയും കൂടി കൊണ്ടുപോകും. ബൈക്കിലാണെങ്കിൽ ഞാൻ ഇപ്പം അധികം കൊണ്ടുപോകില്ല. പിന്നെ അമ്മേരെ ഒരു നിർബന്ധം, നീ വീഡിയോ ഇടുന്നുണ്ടല്ലോ, എൻ്റെ ഈ ഗാർഡൻ ഒന്ന് ഇടുന്നു. കാരണം എൻ്റെ കുട്ടിക്കാലം മുതൽ എൻ്റെ അമ്മയുടെ ഒരു ക്രേസാണ്. അത് നന്നായിട്ട് അമ്മ നട്ടാൽ വളരുകയും ചെയ്യും കേട്ടോ. ഞങ്ങളൊന്നും അമ്മയെ പോലെ ഇങ്ങനെ അത്ര ചെടിയൊന്നും നട്ടാൽ അങ്ങനെ വളർന്ന് ചെടി ഇങ്ങനെ പൂത്തൊന്നും കിട്ടത്തില്ല. പക്ഷെ എൻ്റെ അമ്മ എന്തൊരു നട്ടാലും ശരിയല്ല, കുട്ടിക്കാലം മുതലേ ഇത് തന്നെ. ഇപ്പം നിങ്ങൾക്കറിയാലോ, ഞാൻ അക്കരെ മരം പാലെടുക്കാൻ പോണ ആ വീട്ടിലും ഇതേപോലെ നിറയെ ചെടികളൊക്കെ നട്ടിട്ടുണ്ട്. അമ്മ ഇങ്ങനെ ഓരോ ചെടി ഇങ്ങനെ ഇത് ഇങ്ങനെ പട്ട് പോയിട്ട് ഇപ്പം വീണ്ടും പൊടിച്ച് കിട്ടി. പിന്നെ ഇത് ഞാൻ ഇപ്പോൾ പുതിയത് എവിടെ നിന്നോ കൊണ്ട് നട്ടയാണ്. ഒരു പൂവാത്തയും കായ്ച്ചു. ഇങ്ങനെ അമ്മ ഇവിടെ. പിന്നെ ഒരു വിഷമകരമായ കാര്യം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഓരോന്ന് ഇങ്ങനെ ഞാൻ ക്യാഷ്വലായിട്ടേ എടുത്തിട്ടുള്ളൂ, അധികമൊന്നും എടുത്തില്ല. പിന്നെ ഇതിലും നിറയെ ഉണ്ടായിരുന്നു. പക്ഷെ എൻ്റെ അച്ഛൻ ഇടയ്ക്കിടയ്ക്ക് വന്ന് വീടിൻ്റെ മുറ്റം മൊത്തവും കാടെന്ന് പറഞ്ഞിട്ട് അങ്ങ് വെട്ടി മുറിച്ച് കളയും. അമ്മ പിന്നെ എൻ്റെ അടുത്താണ് വിളിച്ച് സങ്കടം പറഞ്ഞത്, നിൻ്റെ അച്ഛൻ വന്ന് നോക്കി. ഒരു മാസം കൂടുമ്പോൾ വന്ന് അച്ഛൻ ഇതെല്ലാം വെട്ടിമുറിച്ച് കളയും. കാരണം വീടിൻ്റെ മുറ്റം ഭയങ്കര കാടായിട്ട് കിടക്കുന്നുണ്ട്. ഗുണ്ടുവിന് ഇത് 2 ദിവസം മുന്നേ എടുത്ത വീഡിയോ ആണ്. അന്നേ നല്ല ചൊറിച്ചിലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഞാനിപ്പോൾ ശ്രീകുട്ടിയുടെ മുറിയിലാണ്, ഞാനും ഇളയവളും എല്ലാവരും ഉണ്ട് ഇങ്ങോട്ട്. അപ്പോൾ വോയിസ് ഇട്ടുകൊണ്ടിരുന്നപ്പോൾ ആളും കയറി വന്നു. പിന്നെ ഇവിടെ കിടന്ന് കുറേ ചാട്ടവും കളിയും ഒക്കെ ഉണ്ടായിരുന്നു. എന്നെയും കുറേ നേരം കയ്യിലെ പിടിച്ച് വലിയായിരുന്നു. താഴെ പോവാം, ബാത്റൂമിലൊക്കെ കൊണ്ടുപോകുന്ന സമയം നല്ല മഴ കേട്ടോ ഇവിടെ. ഇത് വോയിസ് ഇട്ടുകൊണ്ടിരുന്നപ്പോഴേക്കും അവൻ എണീറ്റ്. പിന്നെ പിന്നെ അത് കഴിഞ്ഞിട്ട് ഉച്ചത്തെ കാര്യമെന്ന് പറഞ്ഞാൽ ഉച്ചവരെ അവൾക്ക് ട്യൂഷൻ ഉണ്ടായിരുന്നു മോക്കെ. അത് കഴിഞ്ഞിട്ട് വന്നാണ് രണ്ടുപേരെയും കൂടിയുള്ള കോലാഹലങ്ങളൊക്കെ. കൈയെല്ലാം അവൾ എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല, പക്ഷേ കൈയെല്ലാം പോറിയിരിപ്പുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ വഴക്ക് പറഞ്ഞാണ് അവിടെ ഒരു ടി വി ഇട്ട് അവളെ ഇരുത്തിയത്, ഇനി മതി കളിച്ചതെന്ന്. പക്ഷെ ഗുണ്ടു ചെന്ന് നിന്ന് അപ്പോഴപ്പോഴാ ചേച്ചി ചേച്ചി എന്നും പറഞ്ഞ് വിളിക്കും, പോവാൻ കളിക്കാൻ പോവാന്നുള്ള ഒരു ഭയങ്കര ഇഷ്ടം. ഇന്ന് ഭയങ്കര ആക്റ്റീവ്. അല്ലെങ്കിൽ നിങ്ങൾ അവൻ്റെ മുഖം കാണുന്നുണ്ടല്ലോ, ഒരു ദയനീയ ഭാവം. എന്തോ കളഞ്ഞ അണ്ണാനെ പോലെയാണ് എൻ്റെ ഗുണ്ടു ഇരിക്കുന്നത്. പക്ഷെ ഇളയവളുണ്ടെങ്കിൽ ഭയങ്കര ഹാപ്പിയും. പിന്നെ അധികം ഉറങ്ങിയൊന്നുമില്ല, അവളെ കസേരയുടെ അടിയിൽ തന്നെ ചെന്നിരിക്കും. ഇന്ന് അവന് കസേരയിലൊന്നും ഇരിക്കേണ്ട, അവളെ ചുറ്റിപ്പറ്റിയാണ് നടക്കലും ഒക്കെ.